Good morning to all of you. Today we are going to talk about activity-based costing. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുക പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് കോസ്റ്റിംഗ് എങ്ങനെ നടത്താം എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമായും ഏതെങ്കിലും പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ അതിന് അനുയോജ്യമായിട്ട് വരുന്ന ആക്ടിവിറ്റി ഏതാണ്, ആ ആക്ടിവിറ്റിക്ക് എത്രമാത്രം റിസോഴ്സസ് ആവശ്യമായിട്ടുണ്ട്, ആ റിസോഴ്സസ് ഓരോ ആക്ടിവിറ്റിയിലും എത്രമാത്രം ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ആ ഓരോ ആക്ടിവിറ്റിക്കും വേണ്ടിയിട്ട് വരുന്ന ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ എന്താണ്, അതിൽ നിന്നും അതിന് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്താണ്, ഇങ്ങനെയുള്ള വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റികളിലൂടെ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ കോസ്റ്റ് അസസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിലേക്ക് അല്ലെങ്കിൽ സർവീസിലേക്ക് ചാർജ് ചെയ്യാനും സാധിക്കുന്നു. അതോടൊപ്പം ഈ ഓരോ ആക്ടിവിറ്റിയുടെയും ഭാഗമായിട്ട് എന്താണ് അല്ലെങ്കിൽ ഓരോ വാല്യൂ ആഡഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടും കൂടെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. അങ്ങനെ കൃത്യമായി ഓരോ ആക്ടിവിറ്റിയുടെയും കോസ്റ്റുകൾ മനസ്സിലാക്കി അതിനനുയോജ്യമായിട്ടുള്ള ആക്ടിവിറ്റികളിലൂടെ അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് പൂർത്തീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റിംഗ് നടത്തുകയും ചെയ്യുന്ന ഒരു നൂതന സംവിധാനമാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് is an accounting methodology used for assigning accurately the extent of resources consumed and overhead costs incurred to produce a product or render a service on the basis of value addition activities. It identifies activities in an organization and assigns the cost of each activity to all products and services according to the actual consumption by each product and service. CIMA defines activity-based costing as cost attribution to cost units on the basis of benefits received from indirect activities. Features or characteristics of activity-based costing. Division of cost into fixed and variable. ഒരു മാനുഫാക്ചറിങ് കൺസേണിനെ സംബന്ധിച്ച് അതിൻ്റെ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് ഏതാണ്, വേരിയബിൾ കോസ്റ്റ് ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ്. പാറ്റേൺ ഓഫ് കോസ്റ്റ് ബിഹേവിയർ. അതിൻ്റെ കോസ്റ്റിൻ്റെ രീതികൾ അല്ലെങ്കിൽ അടിസ്ഥാനം എന്താണ്, വോളിയം റിലേറ്റഡ് ആണോ, ഡൈവേഴ്സിറ്റി റിലേറ്റഡ് ആണോ, ഇവൻറ്റ്സ് റിലേറ്റഡ് ആണോ, ടൈം റിലേറ്റഡ് ആണോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിർണ്ണയിച്ചിരിക്കും. ഐഡൻറ്റിഫൈയിങ് കോസ്റ്റ് ഡ്രൈവർ. കോസ്റ്റ് ഡ്രൈവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ആക്ടിവിറ്റി കോസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചിന് കാരണമാകുന്ന ഘടകം ഏത് എന്നുള്ളതാണ് കോസ്റ്റ് ഡ്രൈവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഈ കോസ്റ്റ് ഡ്രൈവറാണ് ഒരു പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റിയുടെ കോസ്റ്റിൽ ചേഞ്ച് സംജാതമാക്കുന്നത്. ഈ കോസ്റ്റ് ഡ്രൈവറാണ് പ്രധാനമായിട്ടും അതിൻ്റെ ഓവർഹെഡ് എന്താണെന്ന് ട്രേസ് ചെയ്യാൻ നമ്മെ സഹായിക്കുക. എ കോസ്റ്റ് ഡ്രൈവർ ഈസ് ദി യൂണിറ്റ് ഓഫ് ആൻ ആക്ടിവിറ്റി ദാറ്റ് കോസസ് ദ ചേഞ്ച് ഇൻ ആക്ടിവിറ്റീസ് കോസ്റ്റ്. Cost driver is any factor which causes a change in the cost of an activity.
The appropriate cost driver has to be identified for tracing the overhead to a product. Dictating the cost behavior pattern. The cost drivers dictate the cost behavior pattern. Objectives or need of activity-based costing. To rectify inaccurate cost information, to allocate overheads on activity basis, to help the management in taking quality and timely decision. Steps in activity-based costing. പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ആക്ടിവിറ്റിയുടെയും റിസോഴ്സസ്, അതിനനുയോജ്യമായിട്ടുള്ള റിസോഴ്സസ് ഐഡൻറ്റിഫൈ ചെയ്യുക, ആക്ടിവിറ്റീസ് ഏതാണെന്നും ഉറപ്പുവരുത്തുക, ഓരോ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് ഡ്രൈവർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഓർഡർ പ്രോസസ്സ് ചെയ്യുന്ന ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓർഡേഴ്സ് ആണ്. അതുപോലെ തന്നെ ഓരോ കോസ്റ്റ് ഡ്രൈവറിൻ്റെയും അതിൻ്റെ റേറ്റും അതിൻ്റെ യൂണിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. കമ്പ്യൂട്ട് കോസ്റ്റ് റേറ്റ് പെർ cost driver unit or transaction. The cost driver rate could be the cost per order. ഓർഡറുമായിട്ട് ബന്ധപ്പെട്ടതാണ് എങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുക, കോസ്റ്റ് ഡ്രൈവർ റേറ്റ് എന്ന് പറയുക കോസ്റ്റ് പെർ ഓർഡറാണ്. അസൈൻ കോസ്റ്റ് ടു പ്രോഡക്ട്സ് ബൈ മൾട്ടിപ്ലൈയിങ് ദി കോസ്റ്റ് ഡ്രൈവർ റേറ്റ് ബൈ ദി വോളിയൂം ഓഫ് കോസ്റ്റ് ഡ്രൈവർ യൂണിറ്റ് കൺസ്യൂംഡ് ബൈ ദി പ്രോഡക്റ്റ്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റിലേക്ക് അതിൻ്റെ കോസ്റ്റ് അസൈൻ ചെയ്യുന്നത് ഇപ്രകാരമായിരിക്കും. കോസ്റ്റ് ഡ്രൈവർ റേറ്റ് എന്താണ്, എത്രമാത്രം കോസ്റ്റ് ഡ്രൈവർ യൂണിറ്റാണ് ഉപയോഗിച്ചത്, ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോസ്റ്റാണ് ആ പ്രോഡക്റ്റിലേക്ക് അസൈൻ ചെയ്യുക. പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ കോസ്റ്റ്, പ്രോഫിറ്റ്, സെയിൽസ് മുതലായവ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ പീരീഡിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുക. അതിൽ പ്രധാനമായിട്ടും ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ഏതൊക്കെയാണെന്ന് വളരെ ഡീറ്റെയിൽഡായിട്ട്, അതോടൊപ്പം അതിൻ്റെ ഓവർഹെഡ്സ് കോസ്റ്റുകൾ ഏതാണെന്നും വളരെ ഡീറ്റെയിൽഡായിട്ട് ലോജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് കോസ്റ്റ് ഷീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. എ കോസ്റ്റ് ഷീറ്റ് is a statement prepared to ascertain the cost of a product or rendering a service by collecting and accumulating the costs of materials, labor and overheads involved in the production of the product or rendering of service. It is prepared for a specific period such as a week, a month, a quarter or a year. The cost sheet being a memorandum statement, it does not form the part of double entry cost accounting records. It may be defined as a detailed statement of the elements of cost incurred in production, arranged in a logical order under different heads such as materials, labor, and overheads, usually prepared at short intervals of time.
Importance or objectives of cost sheet. Ascertainment of cost of production is the most important function of the cost accountant. Cost control can be made possible only with the proper ascertainment of cost. The cost sheet serves the following purposes. Cost ascertainment. Cost sheet discloses the total cost as well as the cost per unit of the goods produced or service rendered. കോസ്റ്റ് ഷീറ്റിൽ പ്രധാനമായും പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ടോട്ടൽ കോസ്റ്റും അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റും എന്താണെന്ന് കൃത്യമായിട്ട് അസർട്ടൈൻ ചെയ്യാൻ സാധിക്കുന്നു. കോസ്റ്റ് എസ്റ്റിമേഷൻ. പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ പർട്ടിക്കുലർ സർവീസ് കൊടുക്കുന്നതിനും എത്രമാത്രം കോസ്റ്റ് ആണ് ഉണ്ടാവുക എന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കോസ്റ്റ് ഷീറ്റ് സഹായകരമാകുന്നു. ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്. ഒരു പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് ഫിക്സ് ചെയ്യുന്നതിന് കോസ്റ്റ് ഷീറ്റ് സഹായകമാകുന്നു. കാരണം ആ കോസ്റ്റ് ഷീറ്റിൽ അതിൻ്റെ കോസ്റ്റ് കമ്പോണൻസ് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു പ്രൈസ് ഈ കോസ്റ്റ് ഷീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. Cost control and cost reduction we have already discussed in the first module. Cost comparison. By providing a comparative study of the various elements of current cost with the past results and standard costs, it is possible to find out the adverse factors which lead to negative result. Submission of quotation. Cost sheet helps the businessman to submit quotations with a reasonable degree of accuracy against tenders for the supply of goods.